തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് വന്ദേമാതരം പാടിയതാണ് DMK-കാർക്കും കോൺഗ്രസ്സുകാർക്കും CPM-കാർക്കും ഒക്കെ ചൊറിച്ചിലായത്. വന്ദേമാതരം പാടണം എന്ന് ഗവർണർ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. വന്ദേമാതരം പാടി, ജനഗണമന പാടി, പിന്നീടാണ് ഈ തമിഴ് സംസ്കാരത്തിലുള്ള ഒരു ശ്ലോകമോ പാട്ടോ മറ്റോ പാടിയത്. എന്താ, തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ? തമിഴ്നാട് വേറെ രാജ്യമാണ്. ഇവിടെ ഇത്രയും നാളും തമിഴ് ജനതയെ ഭിന്നിപ്പിച്ച് തമിഴ് ജനതയിൽ ഭാഷാ ഭ്രാന്തും ജാതീയ വർഗീയ ഭ്രാന്തും കുത്തിവെച്ച് ഹൈന്ദവികതയെ, മതേതരത്വത്തെ വിറ്റുതിന്ന് ജീവിച്ച സ്റ്റാലിൻ എന്ന പരനാറിയോട് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പദപ്രയോഗം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. സ്റ്റാലിൻ്റെ ചരിത്രം നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ 6-7 കൊല്ലം സൂര്യ TV എന്ന ഇവരുടെ DMK-യുടെ ഒരു മുഖമായിരുന്ന ഒരു മാധ്യമത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. എനിക്കറിയാം ഇവരുടെ രാഷ്ട്രീയം എന്താണ് എന്ന്, ഇവരുടെ ചിന്ത എന്താണ്, ഇവരുടെ ഭാവി എന്താണ്, ഇവരുടെ ധാർമ്മികത എന്താണ്, ഇവരുടെ നൈതികത എന്താണ്. എനിക്ക് നന്നായിട്ടറിയാം. കാരണം അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. എന്ത് തോന്നിയാസം കാണിച്ചാലും അവരെ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു അന്നത്തെ ഞങ്ങളുടെയൊക്കെ ജോലി. സൂര്യ TVയുടെയും സൺ TVയുടെയും ജെമിനി TVയുടെയും ഉദയ TVയുടെയും ഒക്കെ ജോലി ഇവരുടെ നെറ്റ്വർക്കുകളാണ്. അതവിടെ നിൽക്കട്ടെ. എന്തൊക്കെ വന്നാലും വന്ദേ മാതരം എന്ന ആ ഒരു ശ്ലോകം അല്ലെങ്കിൽ ആ ഒരു കീർത്തനം, അതിപ്പോൾ ബംഗാളിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന മഹാനായ വ്യക്തി എഴുതിയ ആ കീർത്തനം ആദ്യം തന്നെ ആലപിച്ചതിന് ചന്ദ്രശേഖർ ജോസഫ് വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമുക്കറിയാം. ഇവിടെ ഭിന്നിപ്പിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞും തെറ്റിദ്ധാരണ പരത്തിയും ഒക്കെ തന്നെ ഭരിക്കുന്ന ഒരു രീതിയാണ് തമിഴ്നാട്ടിൽ പണ്ട് മുതലേ. അതായത് ജയലളിത ആയാലും ശരി, കരുണാനിധി ആയാലും ശരി, ഇപ്പം സ്റ്റാലിനായാലും ശരി, ഒക്കെ തന്നെ. അതായത് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ, ദ്രാവിഡ ജാതീയ ചിന്തകളെയൊക്കെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ കലർത്തി തമിഴ്നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇവർ കാലങ്ങളായി ഇങ്ങനെ പോകുന്നത്. വിജയ്ക്ക് വീരാരാധന ഉണ്ടായിരിക്കും, അദ്ദേഹം സിനിമാ നടനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ വളരെ വ്യക്തമായ ഒരു ധാരണയിലൂടെ കൃത്യമായി മുമ്പോട്ട് പോയി രാഷ്ട്രീയവും അല്ലെങ്കിൽ കലയും സംസ്കാരവും സിനിമയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പ്രചരണം നടത്തി. അദ്ദേഹത്തിന് വലിയ വിജയം നേടി. അദ്ദേഹം മറ്റ് കക്ഷികളെ ഏകോപിപ്പിച്ച് ഭരണത്തിൽ ഏറി. ഇതിനിടയിൽ നമ്മുടെ രാഹുൽ ഗാന്ധി ഒന്ന് കാണേണ്ടതാണ്. അദ്ദേഹം മുമ്പ് സ്റ്റാലിനെ ബ്രദർ എന്ന് വിളിച്ച് ഇപ്പോൾ വിജയെ ബ്രദർ എന്ന് വിളിക്കുന്നു. ആയിക്കോട്ടെ, രണ്ടും സഹോദരന്മാരാണ് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ പറയാൻ നിന്ന് വന്ദേമാതരത്തിൻ്റെ കാര്യമാണ്. ഈ വന്ദേമാതരവും ജനഗണമനയും അതുപോലെ ഇന്ത്യൻ സ്വത്വങ്ങളൊക്കെ തന്നെ പോകണം, ഇല്ലാതെയാകണം, ഇന്ത്യൻ സംസ്കാരം ഇല്ലാതെയാകണം എന്നാഗ്രഹിക്കുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന കക്ഷി, സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിൻ, സനാതനധർമ്മത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച വ്യക്തിയാണ് ഉദയനിധി സ്റ്റാലിൻ. നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നമുക്ക് വലിയ റോളൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് പറയേണ്ട വിഷയങ്ങൾ ധാരാളമുണ്ട്. ഇവരുടെ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം മൂന്നാമത് ആലപിച്ചു. തമിഴ് സംസ്കാരം എന്നത് എവിടുന്നെങ്കിലും പൊങ്ങി വന്നതോ പൊട്ടി വീണതോ അല്ല. മറ്റേ വിദേശ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള ആവിർഭാവത്തിൽ വന്ന സംസ്കാരങ്ങളിൽ ഒന്നാണ് ദ്രാവിഡ സംസ്കാരം. അതെന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാത്ത പാവം പിടിച്ച തമിഴ് ജനത ഇത്രയും കാലം സ്റ്റാലിനും കൂട്ടരും അയാളുടെ പിതാവ് കരുണാനിധിയും കൂട്ടരും അതുപോലെ ജയലളിതയും ഒക്കെ തന്നെ പറ്റിച്ചുകൊണ്ടിരുന്നു. എന്താണ് ദ്രവീഡിയൻ കൾച്ചർ എന്നുള്ളത് ഇവർക്കാർക്കും അറിയില്ല. പലപ്പോഴും പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്തായാലും വന്ദേമാതരം ആദ്യം തന്നെ ആലപിച്ച ജോസഫ് വിജയ് എന്ന തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. താങ്കൾ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായി മുന്നേറും, ശക്തമായി ചിന്തിക്കും, ശക്തമായി പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നടക്കട്ടെ. നമുക്കിവിടെ ഇരുന്ന് പറയുക മാത്രം ചെയ്യാം.